എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓരോ പൗരനും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും ചേർന്ന് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ പൗരന്മാർക്ക് പല ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അതിലൊന്നാമത് തന്നെയാണ് ഭരണഘടനാ നിയമങ്ങൾ പാലിക്കുക എന്നത്. ഭരണഘടനാ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാഫിക് നിയമങ്ങളും അതുപോലെ തന്നെ പൊതുമുതൽ സംരക്ഷിക്കുന്നതുമായ പല ഭരണഘടനാ നിയമങ്ങളും നമുക്കറിയാൻ തന്നെയാണ്. അതൊക്കെ നമ്മൾ പാലിച്ച് മാത്രമേ നമ്മൾ മുൻപോട്ട് പോകാൻ പാടുകയുള്ളൂ. പിന്നീട് നമുക്ക് കുറേ അവകാശങ്ങളും അതുപോലെ തന്നെ പല ആവശ്യങ്ങളുമുണ്ട്, കടമകളുമുണ്ട്. അപ്പോൾ നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല, പല കടമകളും നമുക്ക് ഉണ്ട്. നമുക്ക് കടമകളെന്ന് പറയുമ്പോൾ ആരോടെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുകയും അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പൊതുമുതൽ സംരക്ഷിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നീട് ഉള്ളതാണ് ശുചിത്വം എന്നത്. ശുചിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുസ്ഥലങ്ങളും വീടിൻ്റെ പരിസരങ്ങളും വൃത്തിയാക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രം കടമയല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് നമ്മൾ നല്ല വൃത്തിപരമായി ചെയ്യുകയും ചെയ്യണം. പക്ഷേങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും കുട്ടികളൊന്നും വൃത്തിയാക്കാറും കൂടിയില്ല. എല്ലാം മാതാപിതാക്കൾ ചെയ്തു കൊള്ളുമെന്ന് പറഞ്ഞ് അവർ അത് വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ അതുപോലെ തന്നെ ബാത്റൂം അങ്ങനെ കാര്യങ്ങൾ നമുക്ക് കഴിയുന്നത്ര നമ്മൾ വൃത്തിയാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നീടുള്ള കാര്യമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെ പുറകിൽ വരുന്ന നമ്മളിപ്പോൾ ഏതെങ്കിലും വാഹനത്തിൻ്റെ പുറകിലാണെങ്കിൽ അത് അവരെ ഓണടിച്ച് ശല്യപ്പെടുത്താതിരിക്കുന്നതും അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വൈകി വരികയും അതുപോലെ തന്നെ ക്യൂകളിലേക്ക് ഇടിച്ചു കയറി പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ കാണുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്ക് ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഞാൻ എപ്പോൾ ഇറങ്ങണമെന്നും എനിക്ക് എപ്പോൾ അവിടെ എത്തിയാലാണ് എനിക്ക് കൃത്യമായി ടിക്കറ്റ് ലഭിക്കുമെന്നൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ. പിന്നീട് നമുക്കറിയാം, പിന്നീട് പല കാര്യങ്ങളും നമ്മുടെ പൗരന്മാർ ചെയ്യേണ്ട കടമകളുണ്ട്. അതിലെ കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാരതം വളരെയധികം നല്ല ഉന്നത നിലയിൽ തന്നെ എത്തുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. ഓരോ പൗരനും ഓരോ ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.